ഇപ്പം സ്റ്റാർട്ടപ്സിൻ്റെ കേസിൽ മോസ്റ്റ്ലി സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ആയിട്ടായിരിക്കത്തില്ല ഗ്രോത്തും പൈസ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ബിസിനസ്സുകളുടെ രീതിയാണ്. ഇപ്പോൾ എല്ലാ ബിസിനസ്സുകളും ഒരുപോലെ അല്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ടാർഗറ്റ് മാർക്കറ്റ് ഭയങ്കര ചെറുതാണ്. എനിക്ക് വലിയൊരു ടാർഗറ്റ് മാർക്കറ്റില്ല. എൻ്റെ ടാർഗറ്റ് മാർക്കറ്റ് ഭയങ്കര കാൽക്കുലേറ്റഡ് ടാർഗറ്റ് മാർക്കറ്റാണ് എൻ്റെ. പക്ഷേ ഒരു ജനറിക് ഇ-കൊമേഴ്സ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാർഗറ്റ് മാർക്കറ്റ് ഭയങ്കര വലുതാണ്. അവരുടെ ടാർഗറ്റ് മാർക്കറ്റ് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഐഡിയ ആണ്. അവർ രണ്ട് ബിസിനസ്സാണ്, രണ്ട് വള്ളമാണ്. രണ്ട് വള്ളത്തിലും രണ്ട് രീതിയിൽ തുഴഞ്ഞാലേ നടക്കത്തുള്ളൂ. ഒരു കസ്റ്റമർ ഫേസിങ് ഇ-കൊമേഴ്സ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഗ്രോത്ത് ഇറസ്പെക്റ്റീവ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഒരു ചെറിയ ടാർഗറ്റ് മാർക്കറ്റുള്ള എന്നെ പോലുള്ളൊരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ടാർഗറ്റ് മാർക്കറ്റ് ചെറുതായതുകൊണ്ട് തന്നെ ഗ്രോത്ത് അറ്റ് ദ കോസ്റ്റ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റണമെന്നില്ല. അത് ഇൻവെസ്റ്റേഴ്സിനും അംഗീകരിക്കാൻ പറ്റണമെന്നില്ല, കസ്റ്റമേഴ്സിനും അംഗീകരിക്കാൻ പറ്റണമെന്നില്ല, ഇന്ത്യൻ്റെ ഫൗണ്ടേഴ്സിനും ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റണമെന്നില്ല. ആ ഒരു വ്യത്യാസം ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഞങ്ങളെപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് ഗ്രോത്ത് വിത്ത് റവന്യൂ ആണ്.